മോൾക്ക് വേണ്ടി പ്രത്യേകം കഴിപ്പിച്ച പുഷ്പാഞ്ജലിയാ. ദാ. നേരെ ഒരുപാട് വൈകി ഇറങ്ങാൻ നോക്ക്. സൂക്ഷിക്കണം മോളെ, ഓടുകയും ചാടുകയൊന്നും ചെയ്യരുത് കേട്ടോ. അത് ശരി. അപ്പൊ അമ്മയും മോളും ഒന്നായി, ഞാൻ ഔട്ടായി. ഓടിയോടുന്നു. വാ പൊന്നു, പോവാ. Many, many happy returns of the day. താങ്ക് യു. ആഘോഷിച്ചിട്ടില്ല ഒരു പിറന്നാളും ഇന്ന് വരെ. കുട്ടിക്കാലത്ത് പിറന്നാൾ ദിവസം അമ്പലത്തിൽ പോയിട്ട് വരുമ്പോ അമ്മ എന്നെ ചേർത്ത് പിടിക്കും, എന്നിട്ട് നെറ്റിയിൽ ഒരു ഉമ്മ തരും. അതായിരുന്നു അമ്മയുടെ പിറന്നാൾ സമ്മാനം. പിന്നെ പിറന്നാളുകൾ വരുന്നതും പോകുന്നതും ഒന്നും അറിയാറിയില്ല. ഒരുപാട് കാലത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സന്തോഷം. താങ്ക്സ് എ ലോട്ട്. വാ. എന്താ ചിരിക്കുന്നേ? ഞാൻ ഓർക്കുകയായിരുന്നു ജീവിതം മാറി മറിഞ്ഞത് എത്ര പെട്ടെന്നാണെന്ന്. കുട്ടിക്കാലത്ത് അനുഭവിച്ചതൊക്കെ ദുരിതങ്ങൾ മാത്രം. 12ാം വയസ്സിൽ അമ്മ മരിച്ചപ്പോൾ നഷ്ടപ്പെട്ടത് സ്നേഹത്തിന്റെ ഒരു കടലായിരുന്നു. അപ്പൊ അച്ഛൻ? അച്ഛൻ എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ അറിയില്ല. ബാക്കി വെച്ച് പോയത് ഒരു കാലം കൂടെ മാത്രം. അങ്ങനെ 17ാം വയസ്സിൽ ഞാൻ ഒറ്റയ്ക്കായി. വാശിയോടെ പൊരുതി കയറി, എല്ലാം നേടി, സൗഭാഗ്യങ്ങളെല്ലാം കിട്ടി. പക്ഷെ ഒന്ന് മാത്രം കിട്ടിയില്ല, സ്നേഹം. ഒക്കെ കഴിഞ്ഞ കഥയല്ലേ, ഇനി ഞാനില്ലേ. സത്യം. സത്യം. ബാങ്കിൽ നിന്ന് ലോൺ എടുത്താ പഠിക്കുന്നുള്ള കാര്യം ഓർമ്മയുണ്ടായാൽ മതി. നിന്റെ സന്തോഷത്തെക്കാൾ വലുതല്ല എന്റെ കാതിൽ ഇത്തിരി തൂക്കം പൊന്ന്. നമുക്ക് നമ്മളെ ഉള്ളൂ, അതെപ്പോഴും ഓർമ്മ വേണം.
ഏയ് മായ, എന്താടാ? എല്ലാരും ഞാൻ വഞ്ചിച്ചു. എന്റെ ചേച്ചി, എന്നെ തന്നെ. എനിക്കെന്തെങ്കിലും പറ്റിയ ചങ്ക പൊട്ടി മരിക്കും എന്റെ ചേച്ചി. ആരും ഒന്നും അറിയില്ല. എന്നാലും നിനക്കൊരാപത്തും വരാൻ ഞാൻ സമ്മതിക്കില്ല. അതിനു മുമ്പേ നീ എന്റെ ഭാര്യയാവും. ഓക്കെ? നിന്റെ കുഞ്ഞേച്ചി എവിടെ? അപ്പുറത്തുണ്ട്. വന്നപ്പോ മുതൽ മോഹം വീർപ്പിച്ചോണ്ടിരിക്കുക. ഓ, എന്താ മോളെ? ചൂടൊന്നുമില്ലല്ലോ, പിന്നെ എന്തു പറ്റി? ഒരു തലവേദന. കണാരേട്ടന്റെ കൂടെ ഒരു കുറിക്ക് ചേർന്നിട്ട് ഇപ്പൊ മാസം 4-5 ആയി. ഇന്നത്തെ കുറി എനിക്കാ വീണത്. ദേ നോക്ക്. സന്തോഷായില്ലേ മോൾക്ക്? കാതിലിട്ട് വാ, ചേച്ചി ഒന്ന് കാണട്ടെ. കണാറിന്റെ മകളും എനിക്ക് അന്യരല്ല. എന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി മറ്റുള്ളവർക്ക് പലിശയ്ക്ക് കൊടുക്കുന്ന ഒരാളായിട്ടല്ല, എന്റെ കുടുംബത്തിലെ ഒരു അംഗമായിട്ടാ കണാറിനെ ഞാൻ കണ്ടിട്ടുള്ളത്. അറിയാവല്ലോ. സാറിന്റെ ദൈവമാ. അവളായിരുന്നു ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷയും. ഞങ്ങൾ ഇനി ആർക്ക് വേണ്ടി ജീവിക്കണം? അവളുടെ കീറി പറഞ്ഞ ശവം കണ്ടത് വീണതാ അവളുടെ അമ്മ. ഇനി ഞങ്ങൾ എന്തു ചെയ്യും? ഒരുമിച്ചങ്ങ് മരിക്കാന്ന് വെച്ചാ അതിനും ധൈര്യം പോരാ. സാറേ, മകള് മരിക്കുമ്പോ അവളുടെ വയറ്റില് മറ്റൊരു ജീവനുണ്ടായിരുന്നു എന്നാ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറഞ്ഞത്. അതുകൊണ്ടാ സാറേ ഞാൻ പറഞ്ഞത്, ഇത് ചെയ്തത് അവരല്ല. എന്നെ സഹായിക്കണം, കണ്ടുപിടിക്കണം എനിക്കവരെ, അവരാരായാലും. ഞാനുണ്ട് കണാറിന്റെ കൂടെ. ഈ ചതി ചെയ്തത് ആരായാലും വീട്ടിലെ ജെപി അവരെ. അതിനുവേണ്ടി ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഞാൻ പോകും. എത്ര പണം വേണമെങ്കിലും ഞാൻ ചെലവാക്കും. ഇനി ഈ നാട്ടിൽ ഒരു പെൺകുട്ടിക്കോ ഈ ഗതി ഉണ്ടാവരുത്. ധൈര്യമായിട്ട് പോയിക്കോ, ഞാൻ നോക്കിക്കോളാം. അത് മതി എനിക്ക്. കഷ്ടം, ആകെ തകർന്നു പോയി പാവം. എന്ത് ചെയ്യാം? ജീവന്റെ സൂക്ഷിപ്പുകാരൻ നമ്മളല്ലല്ലോ ബ്രഹ്മ, അവനല്ലേ. നമ്മൾ ആശിക്കും, ഒടുവിൽ അവൻ വിധിക്കും. അതേ നടക്കൂ.